ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ടു അവർ ക്ലാസ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വരുന്ന ഡിഗ്രി ലെവൽ എക്സാംസിനും 10th മെയിൻസ് എക്സാംസിനും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടന്റ് ആണ്. കേരള സിവിൽ സർവീസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. ഇതുവരെ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളും അതുമായിട്ടുള്ള കണക്റ്റഡുമാണ് നമ്മൾ ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇവിടെ നമുക്ക് 1960 ഷെഡ്യൂൾ 1 ഉൾപ്പെടുത്താത്തത് ഏത് എന്നാണ് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. കേരള സിവിൽ സർവീസ് നിയമം 1960 ഷെഡ്യൂൾ 1 ഉൾപ്പെടാത്തത്. ഇവിടെ ഓപ്ഷൻ സി കേരള ലാസ്റ്റ് ഗ്രേഡ് സർവീസസ് ആണ് ഷെഡ്യൂൾ 1 ഉൾപ്പെടാത്തത്. അടുത്തത്, ഏത് വിഭാഗം ഉദ്യോഗസ്ഥരാണ് കേരള സബോർഡിനേറ്റ് സർവീസ് വിഭാഗത്തിൽ ഉൾപ്പെടുന്നത്? അത് കേരള ജുഡീഷ്യൽ മിനിസ്റ്റീരിയൽ സർവീസ്. അപ്പൊ ഇവിടെ നമുക്ക് രണ്ട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഒന്ന്, ഷെഡ്യൂൾ 1 എന്താണ്? അടുത്ത ക്വസ്റ്റ്യനകത്ത് വന്നിരിക്കുന്നത് കേരള സബോർഡിനേറ്റ് സർവീസ് എന്താണ് എന്നിട്ടുള്ള കാര്യമാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ബേസിക്കലി അതിന്റെ കാര്യങ്ങളൊന്ന് പഠിച്ചു വെച്ചിരിക്കണം. അപ്പൊ ഈ 1960 നിയമം അനുസരിച്ചിട്ട് പാർട്ട് 2 ആണ് ഷെഡ്യൂൾ 1 പറ്റിയിട്ടും ഷെഡ്യൂൾ 2 പറ്റിയിട്ടും പറയുന്നത്. 1960 കേരള സിവിൽ സർവീസ് നിയമത്തിലെ പാർട്ട് 2 ആണ് സ്റ്റേറ്റ് സർവീസിനെ പറ്റിയിട്ടും സബോർഡിനേറ്റ് സർവീസിനെ പറ്റിയിട്ടും പറയുന്നത്. സ്റ്റേറ്റ് സർവീസിനെ പറ്റിയിട്ടും സബോർഡിനേറ്റ് സർവീസിനെ പറ്റിയിട്ടും പറയുന്നത്. ഇപ്പൊ ഇവിടെ ഷെഡ്യൂൾ 1 എന്ന് പറഞ്ഞിരിക്കുന്നത് സ്റ്റേറ്റ് സർവീസിൽ ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സ്റ്റേറ്റ് സർവീസിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളെ ഏത് ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു? ഷെഡ്യൂൾ 1 ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഷെഡ്യൂൾ 2 എന്തിനെ പറ്റിയിട്ടാണ്? സബോർഡിനേറ്റ് സർവീസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഷെഡ്യൂൾ 2 സബോർഡിനേറ്റ് സർവീസ്. അപ്പൊ ഇത് രണ്ടും കൃത്യമായിട്ട് പഠിച്ചു വെച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്കകത്ത് കറക്റ്റ് ആയിട്ട് ആൻസറിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ. അതായത് പാർട്ട് 2 എന്താണ്? ഉദ്യോഗസ്ഥരുടെ വർഗീകരണവുമായി ബന്ധപ്പെട്ട് ഷെഡ്യൂൾ 1 ഷെഡ്യൂൾ 2 എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്കിവിടെ സ്റ്റേറ്റ് സർവീസും ഉണ്ട്, സബോർഡിനേറ്റ് സർവീസും ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടല്ലോ. അപ്പൊ അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും എവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല? സബോർഡിനേറ്റ് സർവീസിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ചിലത് അഡീഷണലി വരികയും ചെയ്തിട്ടുണ്ട്. അതിനെ സ്റ്റേറ്റ് സർവീസിൽ ഉൾപ്പെടുത്തിയിട്ടും ഇല്ല. മനസ്സിലായോ പറഞ്ഞ കാര്യം? അതായത് എക്സാമ്പിൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാല് കേരള അഗ്രികൾച്ചർ സർവീസ് എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു പോസ്റ്റിനെ, അല്ലെങ്കിൽ കേരള അഗ്രികൾച്ചർ സർവീസ് എന്ന് പറഞ്ഞിരിക്കുന്ന അതിനെ സ്റ്റേറ്റ് സർവീസിലും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, സബോർഡിനേറ്റ് സർവീസിലും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നമുക്ക് ചോദ്യം വന്നു കഴിഞ്ഞാൽ പ്രശ്നമില്ല. കേരള അഗ്രികൾച്ചറൽ സർവീസ്. അടുത്തത്, കേരള അഗ്രികൾച്ചറൽ ഇൻകം ടാക്സ് ആൻഡ് സെയിൽസ് ടാക്സ് സർവീസ് ചോദിച്ചാലും രണ്ടിനകത്തും വന്നിട്ടുണ്ട്, സ്റ്റേറ്റും സബോർഡിനേറ്റും. ഇനി ആനിമൽ ഹസ്ബൻഡറി സർവീസ് എന്ന് പറഞ്ഞിരിക്കുന്നതും ഏത് വന്നിട്ടുണ്ട്? സ്റ്റേറ്റിലും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, സബോർഡിനേറ്റിനകത്തും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ആർക്കിടെക്ചറൽ സർവീസും സ്റ്റേറ്റിലും സബോർഡിനേറ്റിലും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആർക്കിയോളജിക്കൽ എന്ന് പറഞ്ഞിരിക്കുന്ന വകുപ്പ് ഏതിനകത്ത് മാത്രമേ ഉള്ളൂ? സബോർഡിനേറ്റ് സർവീസ് ആണ്. അപ്പൊ നമ്മൾക്ക് പരീക്ഷയ്ക്കകത്ത് ചോദിക്കാം, തന്നിരിക്കുന്നവയില് സ്റ്റേറ്റ് സർവീസ് അല്ലാത്തതേത് എന്ന് പറയുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ഏത് വരാം? ആർക്കിയോളജിക്കൽ സർവീസ് വരാവുന്നതാണ്. മനസ്സിലായോ? അത് എവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല? സ്റ്റേറ്റ് സർവീസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പൊ നിങ്ങൾ നോട്ട് കൂടെ എഴുതി പോകണം. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു 5-8 കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് എങ്ങനെ ചോദ്യം വന്നാലും നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഇത് കോളം ഒക്കെ തരംതിരിച്ച് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. കാര്യം ഓരോന്നിനോടും ചേർത്ത് 10-60ഓളം സർവീസസ് അവൈലബിൾ ആണ്. ഇപ്പൊ എല്ലാം കൂടെ പഠിച്ചു വരുമ്പോഴത്തേക്ക് കൺഫ്യൂസിങ് ആവും. സോ സബോർഡിനേറ്റിനകത്ത് മാത്രം ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏതാണെന്ന് കണ്ടുപിടിക്കുക ചെയ്തു കഴിഞ്ഞാലും സ്റ്റേറ്റിനകത്ത് വരാത്ത സബോർഡിനേറ്റ് സർവീസ് ഏതാണെന്ന് പഠിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇത് ആദ്യം പറയുമ്പോൾ ചിലപ്പം ഒന്നും നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല. പക്ഷെ നിങ്ങൾ വീണ്ടും വീഡിയോ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് കണ്ട് ഇത് മനസ്സിലാക്കി വെക്കണം. സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു പാറ്റേൺ ആണ്. 10th മെയിൻസിന് പോലും വന്നുകൊണ്ടിരിക്കുന്ന ഒരു പാറ്റേൺ ആണ്. അപ്പം ഇത് മനസ്സിലായല്ലോ. ഇനി കേരള സിവിൽ ജുഡീഷ്യൽ സർവീസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതിനകത്ത് വന്നിട്ട് ഇല്ല? സബോർഡിനേറ്റിനകത്ത് വന്നിട്ടില്ല. അപ്പൊ നമുക്ക് പരീക്ഷയ്ക്ക് അത് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഏത്? സിവിൽ ജുഡീഷ്യൽ എന്ന് പറഞ്ഞിരിക്കുന്നത് എവിടെ വന്നിട്ടില്ല? സബോർഡിനേറ്റിൽ വന്നിട്ടില്ല. ഉള്ളി എവിടെ മാത്രമേ വന്നിട്ടുള്ളൂ? സ്റ്റേറ്റ് സർവീസിൽ മാത്രമേ വന്നിട്ടുള്ളൂ. സിവിൽ സർവീസും എവിടെ വന്നിട്ടില്ല? സബോർഡിനേറ്റിൽ വന്നിട്ടില്ല. അപ്പം ഏത്? സ്റ്റേറ്റ് സർവീസിൽ മാത്രമുള്ള സർവീസാണ് ഏത്? കേരള സിവിൽ ജുഡീഷ്യൽ സർവീസും കേരള സിവിൽ സർവീസും എന്ന് പറയുന്ന കാറ്റഗറി. ഈ പറഞ്ഞിരിക്കുന്ന രണ്ടിനകത്തും സബോർഡിനേറ്റ് സർവീസ് ഇല്ല. കേരള സിവിൽ ജുഡീഷ്യൽ സബോർഡിനേറ്റ് സർവീസും കേരള സിവിൽ സബോർഡിനേറ്റ് സർവീസും അവൈലബിൾ അല്ല. അപ്പൊ സബോർഡിനേറ്റ് സർവീസ് ഇല്ലാത്തതാണ് സിവിൽ ജുഡീഷ്യലും സിവിൽ സർവീസിലും. ഇനി സിവിൽ സപ്ലൈസ് എന്ന് പറഞ്ഞാൽ രണ്ടിനും ഉണ്ട്.
കേരള കോപ്പറേറ്റീവ് സർവീസും എല്ലാത്തിനകത്തും ഉണ്ട്. അതായത് അതിന് സർവീസും ഉണ്ട്, സബോർഡിനേറ്റ് സർവീസും ഉണ്ട്, ക്രാഫ്റ്റ്മാന്റേതും ഉണ്ട്. അപ്പൊ അത് മനസ്സിലായോ? അപ്പൊ അതായത് നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന നോ എന്ന് പറഞ്ഞിരിക്കുന്ന കോളവും അഡീഷണലി സബോർഡിനേറ്റിനകത്ത് മാത്രം ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന കാര്യവും മാത്രം എടുത്തു വെച്ച് പഠിച്ചാൽ മതി. അത് വെച്ചിട്ടേ പരീക്ഷയ്ക്കകത്ത് ക്വസ്റ്റ്യൻ ചോദിക്കത്തുള്ളൂ. മനസ്സിലാവുന്നോ പറഞ്ഞ കാര്യം? അതായത് ഈ സബോർഡിനേറ്റ് പ്രധാനപ്പെട്ട തസ്തികകൾക്കൊന്നും എന്തില്ല, സബോർഡിനേറ്റ് സർവീസസ് ഇല്ല. അപ്പൊ സിവിൽ ജുഡീഷ്യലിന് എന്തില്ല, സബോർഡിനേറ്റ് സർവീസ് ഇല്ല. സിവിൽ സർവീസിന് സബോർഡിനേറ്റ് സർവീസ് ഇല്ല. സബോർഡിനേറ്റ് സർവീസ് ആർക്കിയോളജിക്കലിനുണ്ട്, പക്ഷെ അതിന്റെ സ്റ്റേറ്റ് സർവീസ് എവിടെ ഇല്ല? ആർക്കിയോളജിക്കലിന് സ്റ്റേറ്റ് സർവീസ് ഇല്ല. അത് നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കണം. അത് സബോർഡിനേറ്റിന് മാത്രമുള്ളതാണ്. അപ്പൊ നമ്മളിവിടെ നോ വരുന്ന കോളം മാത്രം പഠിച്ചു വെച്ചാൽ മതി. അതുപോലെ തന്നെ ക്രിമിനൽ ജുഡീഷ്യൽ ആർക്കില്ല? സബോർഡിനേറ്റ് ഇല്ല. ക്രിമിനൽ ജുഡീഷ്യൽ എവിടെയില്ല? സബോർഡിനേറ്റ് ഇല്ല. ബാക്കി കോളേജിയേറ്റ് എഡ്യൂക്കേഷൻ ഉണ്ട്, ഡയറി ഡെവലപ്മെന്റ് ഉണ്ട്, ഡ്രഗ്സ് കൺട്രോൾ ഉണ്ട്, ഇലക്ട്രിക്കൽ, ഇത് രണ്ടും ഉണ്ട്. സ്റ്റേറ്റ് സർവീസിനും ഉണ്ട്, സബോർഡിനേറ്റ് സർവീസിനും ഉണ്ട്. ഇനി എഞ്ചിനീയറിംഗ് ഉണ്ട്, എക്സൈസ് രണ്ടിനും ഉണ്ട്, ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് ഉണ്ട്, ഫയർ, ഫിഷറീസ്, ഫോറസ്റ്റ്, ജനറൽ സർവീസ്, ജിയോളജി, ജനറൽ എഡ്യൂക്കേഷൻ, ഗവൺമെന്റ്, പ്രസ്, ഹരിജൻ വെൽഫെയർ എല്ലാം ഉള്ളതൊന്നും നമ്മൾ പഠിച്ചു വെക്കേണ്ട കാര്യം ഇല്ല. അടുത്തത് വെൽഫെയർ, ട്രൈബൽ റിസർച്ച് ഉണ്ട്, ഹെൽത്ത് സർവീസ് ഉണ്ട്. ഇനി അടുത്തത് നോക്കണം, ഹയർ ജുഡീഷ്യൽ. അതായത് നമ്മളിപ്പോ ഇവിടെ പറഞ്ഞിരിക്കുന്ന ജുഡീഷ്യലിന്റെ 3 കാര്യങ്ങളും ആർക്കില്ല? സബോർഡിനേറ്റ് സർവീസിന് ഇല്ലാത്തതാണ്. ഏതൊക്കെയാണെന്ന് നമുക്ക് ഒന്നുകൂടെ പറയാവുന്നതാണ്. ഇവിടെ നോ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? ഒന്ന് സിവിൽ ജുഡീഷ്യൽ വരുന്നുണ്ട്, അടുത്തതായിട്ട് ഏത് പറയുന്നുണ്ട്? ക്രിമിനൽ ജുഡീഷ്യൽ വരുന്നുണ്ട്. ഓക്കെ, ഇനി കോളേജിയേറ്റ് എഡ്യൂക്കേഷൻ അതൊക്കെ മുമ്പേ പറഞ്ഞ അല്ലെ. ഇനി എഞ്ചിനീയറിംഗ് സർവീസ് ഇവിടെ വരെയാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ലാസ്റ്റ് ഞാൻ കൺക്ലൂഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലാവും. പിന്നെ ഇനി ഇതിനകത്ത് സബോർഡിനേറ്റ് മാത്രമുള്ള കണ്ടന്റ് ആണ് ഏത്? ഇൻഡിജിനിയസ് മെഡിസിൻ സബോർഡിനേറ്റ്. അതെവിടെ ഇല്ല? സ്റ്റേറ്റ് സർവീസിനകത്ത് ഇല്ല. ജുഡീഷ്യൽ മിനിസ്റ്റീരിയൽ സർവീസ്, ഇതിപ്പോ പരീക്ഷയ്ക്കകത്ത് വന്നതാണ്. ഇതൊരു സബോർഡിനേറ്റ് സർവീസ് ആണ്. എന്താണ് ജുഡീഷ്യൽ മിനിസ്റ്റീരിയൽ സർവീസ് എന്ന് പറഞ്ഞിരിക്കുന്നതും ഒരു സബോർഡിനേറ്റ് സർവീസ് ആണ്. ഇൻഡിജിനിയസ് മെഡിസിൻ സബോർഡിനേറ്റ് സർവീസ് ആണ്. അപ്പം ബാക്കിയുള്ളതെല്ലാം ഉണ്ട്. അതായത് കേരള ഹിന്ദു റിലീജിയസ് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന കാര്യം എവിടെ ഇല്ല? ഈ പറഞ്ഞിരിക്കുന്ന സബോർഡിനേറ്റ് സർവീസിനകത്ത് ഇല്ല. ഹിന്ദു റിലീജിയസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഓൺലി സ്റ്റേറ്റ് സർവീസ് മാത്രമേ ഉള്ളൂ. അതിന്റെ സബോർഡിനേറ്റ് സർവീസ് ഇല്ല എന്ന കാര്യം പഠിച്ചു വെക്കണം. ഹോമിയോപ്പതിക്ക് 2 സ്റ്റേറ്റ് സർവീസും ഉണ്ട്, സബോർഡിനേറ്റ് സർവീസും ഉണ്ട്. ഇൻഡസ്ട്രീസിനും ഉണ്ട്, സ്റ്റേറ്റും ഉണ്ട്, സബോർഡിനേറ്റും ഉണ്ട്. ഇനി ഇൻഡിജിനിയസ് മെഡിസിനകത്ത് സ്റ്റേറ്റ് സർവീസ് ഇല്ല, പകരം സബോർഡിനേറ്റ് സർവീസ് മാത്രമേ ഉള്ളൂ. കേരള ജുഡീഷ്യൽ മിനിസ്റ്റീരിയൽ സർവീസും ഏത് മാത്രമേ ഉള്ളൂ? സബോർഡിനേറ്റ് മാത്രമേ ഉള്ളൂ. ഇനി ജയിൽ സർവീസ് എന്ന് പറഞ്ഞിരിക്കുന്നത് 2 കാറ്റഗറിയിലും, സ്റ്റേറ്റിനും ഉണ്ട്, സബോർഡിനേറ്റിനും ഉണ്ട്. ലേബറും ഉണ്ട്, ഇതിനകത്ത് വരുന്നുണ്ട്, സ്റ്റേറ്റിനും ഉണ്ട്, സബോർഡിനേറ്റിനും ഉണ്ട്. അപ്പൊ ഇവിടെ ലാസ്റ്റ് ഗ്രേഡ് സർവീസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഏത് കാറ്റഗറിയിൽ വരുന്നതാണ്? സബോർഡിനേറ്റ് സർവീസ് ആണ്. സബോർഡിനേറ്റിന് മാത്രം വരുന്നതാണ് കേരള ലാസ്റ്റ് ഗ്രേഡ് സർവീസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് സ്റ്റേറ്റ് സർവീസിനകത്ത് ഇൻക്ലൂഡഡ് അല്ല. അതാണ് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്കിപ്പം പരീക്ഷയ്ക്കകത്ത് വന്നിരിക്കുന്നത്. ലോക്കൽ ഫണ്ട് സ്റ്റേറ്റിനും ഉണ്ട്, സബോർഡിനേറ്റിനും ഉണ്ട്. ലോട്ടറീസ് രണ്ടിനകത്തും ഉണ്ട്. മെഡിക്കൽ എഡ്യൂക്കേഷൻ രണ്ടിനകത്തും ഉണ്ട്. ഇനി മുനിസിപ്പൽ കമ്മീഷണർ സർവീസ് ഉള്ളി ആർക്ക് മാത്രമേ ഉള്ളൂ? സ്റ്റേറ്റ് സർവീസിന് മാത്രമേ ഉള്ളൂ. ആർക്കില്ല? സബോർഡിനേറ്റ് സർവീസിനകത്ത് ഇല്ലാത്തതാണ്. കേരള നാഷണൽ എംപ്ലോയ്മെന്റ് സർവീസ് സ്റ്റേറ്റിനും ഉണ്ട്, സബോർഡിനേറ്റിനും ഉണ്ട്. നാഷണൽ സേവിംഗ് സർവീസ് ഉള്ളി സ്റ്റേറ്റിന് മാത്രമേ ഉള്ളൂ, സബോർഡിനേറ്റിന് ഇല്ലാത്തതാണ്. നാഷണൽ സേവിംഗ് സബോർഡിനേറ്റ് സർവീസ് എന്ന് പറഞ്ഞിരിക്കുന്ന കാറ്റഗറി ഇല്ലാത്തതാണ്. പോർട്ട് സർവീസ് രണ്ടിനും ഉണ്ട്. ഇനി ഇത് കൂടാതെ കേരള മിനിസ്റ്റീരിയൽ സബോർഡിനേറ്റ് സർവീസ് ആർക്ക് മാത്രമേ ഉള്ളൂ? സബോർഡിനേറ്റിന് മാത്രമേ ഉള്ളൂ മിനിസ്റ്റീരിയൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. മ്യൂസിയം ആൻഡ് സൂ എന്ന് പറഞ്ഞിരിക്കുന്നതും സബോർഡിനേറ്റ് സർവീസിന് മാത്രമേ ഉള്ളൂ. അതിന്റെ സ്റ്റേറ്റ് സർവീസ് ഇല്ല. അതായത് ഈ റൈറ്റ് സൈഡിൽ കണ്ടന്റ് എഴുതിയിരിക്കുന്ന സംഭവത്തിന് ലെഫ്റ്റ് സൈഡിൽ, അതായത് സ്റ്റേറ്റിനകത്ത് ആ സർവീസ് ഇല്ല എന്നാണ് അർത്ഥമാക്കുന്നത്. ഇനി പഞ്ചായത്ത് സർവീസ് 2 കാറ്റഗറിയിലും ഉണ്ട്. ഏതൊക്കെയുണ്ട്? സ്റ്റേറ്റിലും ഉണ്ട്, സബോർഡിനേറ്റിനകത്തും ഉണ്ട്. കൂടാതെ പാർട്ട് ടൈം കണ്ടിജന്റ് സർവീസ് എന്ന് പറഞ്ഞിരിക്കുന്നത് സബോർഡിനേറ്റ് മാത്രമേ ഉള്ളൂ, അതിന്റെ സ്റ്റേറ്റ് സർവീസ് ഇല്ല. പബ്ലിക് ഹെൽത്ത് സ്റ്റേറ്റിലും ഉണ്ട്, സബോർഡിനേറ്റിലും ഉണ്ട്. പബ്ലിക് ഹെൽത്തിന്റെ നഴ്സിംഗ് ആൻഡ് എഞ്ചിനീയറിംഗ് 2 കാറ്റഗറിയിലും ഉണ്ട്. റിലേഷൻഷിപ്പും ഉണ്ട്, രജിസ്ട്രേഷനും 2 ഉണ്ട്, റവന്യൂ 2 സെക്രട്ടേറിയറ്റ് സർവീസ് 2 സോഷ്യൽ വെൽഫെയർ 2
അടുത്തത് സോയിൽ കൺസർവേഷൻ രണ്ടിടത്തുണ്ട്, സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ഉണ്ട്, സ്റ്റേഷനറി ഉണ്ട്. ഇൻഷുറൻസ് സെക്ടർ എന്ന് പറഞ്ഞിരിക്കുന്നത് എവിടെ ഇല്ല, സബോർഡിനേറ്റ് സർവീസിനകത്ത് ഇല്ല, പക്ഷെ സ്റ്റേറ്റ് സർവീസിൽ മാത്രമായിട്ടുള്ളതാണ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. സ്റ്റാറ്റിസ്റ്റിക്സ് 2 കാറ്റഗറിയിലും ഉണ്ട്. സർവേ ആൻഡ് ലാൻഡ് റെക്കോർഡ്സ് എവിടെ ഉണ്ട്, 2 കാറ്റഗറിയിലും ഉണ്ട്. ഇനിയും ഈ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ സർവീസ് രണ്ടിടത്തും ഉണ്ട്. ടൂറിസ്റ്റ് ഉണ്ട്, ടൗൺ പ്ലാനിംഗ് ഉണ്ട്, ട്രഷറി ഉണ്ട്, വാട്ടർ ട്രാൻസ്പോർട്ട് ഉണ്ട്, വെയിറ്റ് ആൻഡ് മെഷേഴ്സ്. ഇത്രയാണ് ടോട്ടലി നമ്മൾക്ക് സ്റ്റേറ്റ്സ് ആൻഡ് സബോർഡിനേറ്റിനകത്ത് വരുന്ന കാറ്റഗറീസ് എന്ന് പറയുന്നത്. അപ്പം ഇല്ലാത്ത കാര്യങ്ങൾ, അതായത് ചില പോർഷൻസ് സ്റ്റേറ്റ് സർവീസിന് മാത്രമായിട്ടുണ്ട്, ചില കാര്യങ്ങൾ ആർക്ക് മാത്രമായിട്ടുണ്ട്, സബോർഡിനേറ്റിന് മാത്രമായിട്ടുണ്ട്. അത് മാത്രം വേണം നിങ്ങൾ ഇനിയും പഠിക്കാൻ വേണ്ടിയിട്ട്. മനസ്സിലായോ പറഞ്ഞ കാര്യം എന്താണെന്നുള്ള ഒരു അവയർനെസ് നിങ്ങൾക്ക് ഇപ്പം ചെറുതായിട്ടെങ്കിലും ഉണ്ടായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് ഏകദേശം ഒരു 60ഓളം കണ്ടന്റ് ഉണ്ട്. ഇത് പല പിരിവുകളായിട്ട് ഇപ്പൊ തന്നെ A, B എന്നും പറഞ്ഞിട്ടൊക്കെ അല്ലേ ഇവിടെ കിടക്കുന്നത്. അതായത് 31 തന്നെ A, B, C എന്നൊക്കെ പറഞ്ഞ് പല പോർഷൻസ് വരുന്നത് കൊണ്ട് 60ഓളം ഉണ്ട് ടോട്ടൽ കണ്ടന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ എടുത്തു വെച്ച് പഠിക്കേണ്ടത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റേറ്റ് സർവീസിൽ ഉള്ളതും പിന്നെ സബോർഡിനേറ്റ് സർവീസിനകത്ത് ഇല്ലാത്തതുമായിട്ടുള്ള കണ്ടന്റുകൾ പഠിക്കണം. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കിയോളജിക്കൽ സബോർഡിനേറ്റിനകത്ത് മാത്രമേ ഉള്ളൂ, എവിടെ ഇല്ല, സ്റ്റേറ്റ് സർവീസിൽ ഇല്ല. അപ്പൊ ആർക്കിയോളജിക്കലിന്റെ അവിടെ അത് സർവീസ് ആണെന്ന് പഠിച്ചു വെക്കണം, സബോർഡിനേറ്റ് ആണെന്ന് പഠിച്ചു വെക്കണം. ബാക്കിയുള്ളതെല്ലാം എന്ത് തന്നെയാണ്, 2 കാറ്റഗറിയിലും വരുന്നതാണ്. ആ എക്സെപ്ഷൻ കേസ് മാത്രം എടുത്തു വെച്ച് നിങ്ങൾ പഠിച്ചാൽ മതി. അപ്പം മാത്രമേ പരീക്ഷയ്ക്കകത്ത് ആ ഒരു രീതിയിൽ മനസ്സിലാവത്തുള്ളൂ. അപ്പൊ ചോദ്യം ഞാനൊന്ന് കാണിച്ചു തരാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് രീതിയിലാണ് പഠിക്കേണ്ടത് എന്നിട്ടുള്ള കാര്യം. ഇപ്പൊ 1960 ഷെഡ്യൂൾ 1, ഇപ്പൊ ഷെഡ്യൂൾ 1 ഏത് സർവീസ് ആണെന്ന് നമ്മൾ പറഞ്ഞു, സ്റ്റേറ്റ് സർവീസ് ആണെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ അഗ്രികൾച്ചർ സർവീസ് നമ്മൾ കണ്ടു, ആനിമൽ ഹസ്ബൻഡറി കണ്ടു, ആർക്കിടെക്ചറൽ സർവീസ് കണ്ടു. ഇനി കേരള ലാസ്റ്റ് ഗ്രേഡ് സർവീസ് എന്ന് പറഞ്ഞിരിക്കുന്നത് അവിടെ വന്നപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇത് സബോർഡിനേറ്റ് സർവീസ് ആണ്. അത് സബോർഡിനേറ്റ് സർവീസിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ ഷെഡ്യൂൾ 1 ഉൾപ്പെടുത്തത് ഓപ്ഷൻ സി ആണെന്ന് മനസ്സിലായി. ഇനി കേരള സബോർഡിനേറ്റ് സർവീസ് വിഭാഗത്തിൽ ഉൾപ്പെടുന്നത് ഏതെന്ന് വേറൊരു പരീക്ഷയ്ക്കകത്ത് വന്നിട്ടുണ്ട്. അത് ജുഡീഷ്യൽ മിനിസ്റ്റീരിയൽ. നോർമലി ഉള്ള ജുഡീഷ്യൽ സർവീസസ് ഒക്കെ ഏതിനകത്തേ വരത്തുള്ളൂ, സ്റ്റേറ്റിനകത്തേ വരത്തുള്ളൂ. മിനിസ്റ്റീരിയൽ റിലേറ്റ് ചെയ്ത് വരുമ്പോൾ അത് ഏത് കാറ്റഗറിയിൽ വരുന്നതാണ്, ഈ പറഞ്ഞിരിക്കുന്ന പിന്നെ സബോർഡിനേറ്റ് സർവീസിൽ വരുന്നതാണ്. മനസ്സിലായോ? കേരള ജുഡീഷ്യൽ മിനിസ്റ്റീരിയൽ സർവീസ് എന്ന് പറഞ്ഞിരിക്കുന്നത് സബോർഡിനേറ്റ് കാറ്റഗറിയിൽ. നോർമലി വരുന്ന ക്രിമിനൽ ജുഡീഷ്യൽ ആയാലും സിവിൽ ജുഡീഷ്യൽ ആയാലും ഒക്കെ ഏതിനകത്ത് വരുന്നതാണ്, ഒള്ളി സ്റ്റേറ്റിനകത്ത് മാത്രം വരുന്നതാണ്. മിനിസ്റ്റീരിയൽ സർവീസ്, ജുഡീഷ്യലിന്റെ മിനിസ്റ്റീരിയൽ സർവീസ് സബോർഡിനേറ്റിനകത്ത് വരുന്നതാണ്. അപ്പൊ അത് ഇത്രയും നിങ്ങൾ കൃത്യമായിട്ട് തന്നെ അങ്ങനെ എടുത്തു വെച്ച് പഠിക്കണം, എന്നാൽ മാത്രമേ ഇത് മനസ്സിലാവത്തുള്ളൂ. അപ്പൊ ഞാൻ ഒന്നുകൂടെ പറയാം. ഇപ്പൊ സിവിൽ ജുഡീഷ്യൽ സർവീസിനകത്ത് ഏതില്ല, സബോർഡിനേറ്റ് സർവീസ് ഇല്ല. കേരള സിവിൽ സർവീസിനകത്ത് എന്തില്ല, പിന്നെ സബോർഡിനേറ്റ് ഇല്ല. ഒള്ളി ഏത് മാത്രമേ ഉള്ളൂ, സ്റ്റേറ്റ് സർവീസ് മാത്രമേ വരുന്നുള്ളൂ. ഇവിടെ നോ എന്നിട്ടുള്ളത് വേണം നിങ്ങൾ കറക്റ്റ് ആയിട്ട് വെച്ച് പഠിക്കാൻ വേണ്ടിയിട്ട്. റൈറ്റ് സൈഡിലുള്ള നോ മാത്രം. അപ്പൊ ക്രിമിനൽ ജുഡീഷ്യൽ ഇല്ല. ബാക്കി അടുത്ത നോ നോക്കാം. ഏതാണ്, ഹയർ ജുഡീഷ്യലും വരുന്നില്ല. ഹയർ ജുഡീഷ്യലും ക്രിമിനൽ ജുഡീഷ്യലും സിവിൽ ജുഡീഷ്യലും നമുക്ക് സബോർഡിനേറ്റ് സർവീസിനകത്ത് വരുന്നില്ല. ഹിന്ദു റിലീജിയസിന്റെ ചാരിറ്റബിൾ എൻഡോമെന്റുകൾ എവിടെ വരുന്നില്ല, സബോർഡിനേറ്റിനകത്ത് വരുന്നില്ല. ഇനി ഇതിനകത്ത് സബോർഡിനേറ്റിനകത്ത് മാത്രം വരുന്നതാണ് ഇപ്പൊ നമ്മുടെ പരീക്ഷയ്ക്കകത്ത് കണ്ടല്ലോ, കേരള ജുഡീഷ്യൽ മിനിസ്റ്റീരിയൽ സർവീസ് കണ്ടു. ഇനി ഒരു പരീക്ഷയ്ക്ക് വരാവുന്നതാണ് ഇൻഡിജിനിയസ് മെഡിസിൻ. അല്ലാത്ത മെഡിസിൻ 2 കാറ്റഗറിയിലും വരുന്നതാണ്. ഇൻഡിജിനിയസ് മെഡിസിൻ എവിടെ വരുന്നുണ്ട്, ഒള്ളി സബോർഡിനേറ്റിനകത്ത് മാത്രമേ ഉള്ളത്, പരീക്ഷയ്ക്ക് വന്നിട്ടില്ല. അതിന് ചോദിക്കാനുള്ള ചാൻസ് ഹൈ ആയിട്ടുള്ളതാണ് ഇൻഡിജിനിയസ് മെഡിസിൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ കണ്ടോ, ലാസ്റ്റ് ഗ്രേഡ് എവിടെ മാത്രമേ ഉള്ളൂ, സബോർഡിനേറ്റിൽ മാത്രമേ ഉള്ളൂ. അടുത്ത നോ ഉള്ളത് ഏതാണ്, മുനിസിപ്പൽ കമ്മീഷണർ സർവീസ് എവിടെ ഇല്ല, സബോർഡിനേറ്റിന് ഇല്ല, ഒള്ളി സ്റ്റേറ്റ് സർവീസിൽ മാത്രമേ ഉള്ളത്, പഠിച്ചു വെക്കണം. പിന്നെ സേവിങ്സ് സർവീസ്, നാഷണൽ സേവിങ്സ് സർവീസ് എവിടെ മാത്രമേ ഉള്ളൂ, സ്റ്റേറ്റിന് മാത്രമേ ഉള്ളൂ, സബോർഡിനേറ്റിന് ഇല്ല. ഇനി അതുകൂടാതെ കേരള മിനിസ്റ്റീരിയൽ സബോർഡിനേറ്റ് സർവീസ് ആർക്ക് മാത്രമേ ഉള്ളൂ, മിനിസ്റ്റീരിയൽ വെറുതെ ചോദിച്ചാലും ജുഡീഷ്യൽ മിനിസ്റ്റീരിയൽ ചോദിച്ചാലും സബോർഡിനേറ്റിന് അത് മാത്രമേ ഉള്ളൂ എന്ന കാര്യം ഓർത്തു വെച്ചേക്കണം. മ്യൂസിയം ആൻഡ് സൂ ആർക്ക് മാത്രമേ ഉള്ളൂ, ഈ പറഞ്ഞിരിക്കുന്ന സബോർഡിനേറ്റിന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ റൈറ്റ് സൈഡിലുള്ളതെല്ലാം സബോർഡിനേറ്റ് ആണെന്ന കാര്യം ഓർത്ത് വെച്ചേക്കണം. ഇനി പാർട്ട് ടൈം ചോദിച്ചാലും ഒള്ളി സബോർഡിനേറ്റിനെ ഉള്ളൂ, അതിന് സ്റ്റേറ്റ് സർവീസ് ഇല്ല. നോ ഉള്ള കാര്യങ്ങൾ പഠിക്കുക, റൈറ്റ് സൈഡിൽ എഴുതിയിരിക്കുന്നത് മാത്രം പഠിക്കുക. ആകെ 5-6 ഉള്ളൂ ടോട്ടലി അതെങ്ങനെ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ എന്തും ഇല്ല, ഇൻഷുറൻസും ഇല്ല, സേവിങ്സും എവിടെ ഇല്ല, സബോർഡിനേറ്റ് സർവീസിന് ഇല്ല. അതിന്റെ എല്ലാം സ്റ്റേറ്റ് സർവീസ് മാത്രമേ ഉള്ളൂ. നോ എഴുതിയിരിക്കുന്നതിന്റെ എല്ലാം സ്റ്റേറ്റ് സർവീസ് മാത്രമേ ഉള്ളൂ എന്ന കാര്യവും നിങ്ങൾ ഓർത്തു വെച്ചിരിക്കേണ്ടതാണ്. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ കേരള വെയിറ്റ് ആൻഡ് മെഷേഴ്സ്
ഇവിടെ എല്ലാ കാര്യങ്ങളും വരുന്നത്. അപ്പൊ അങ്ങനെയുള്ളതൊന്നും നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. പകരം എന്ത് പഠിക്കണം, സബോർഡിനേറ്റ് ഇല്ലാത്തത് ഏത്, സബോർഡിനേറ്റിന് മാത്രമുള്ളത് ഏത് എന്ന കാര്യവും പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ പഠിക്കാൻ പറ്റുന്നതാണ്. മൊത്തത്തിൽ 60 ഒന്നും കാണാതെ പഠിക്കേണ്ട കാര്യമില്ല. ഈ പറഞ്ഞിരിക്കുന്ന എക്സെപ്ഷൻ കേസ് മാത്രം എടുത്ത് വെച്ച് പഠിച്ചാൽ മതി. ഇപ്പം നമ്മൾ ഡിഗ്രി പ്രിലിംസ് റിലേറ്റ് ചെയ്ത് ടെലഗ്രാമിൽ ഒരു പുതിയ കോഴ്സ് 45 ഡേയ്സ് സ്റ്റഡി പ്ലാനോട് കൂടിയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അതിന്റെ PDF റെക്കോർഡ് വീഡിയോയും അവൈലബിൾ ആയിരിക്കും. ഡെയിലി ടൈം ടേബിളിലൂടെ ഇന്ന കാര്യങ്ങളാണ് പഠിക്കേണ്ടതിനുള്ള രീതിയിൽ ഈ 208 ടോപ്പിക്സിനെ ബേസ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അപ്പൊ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഈ നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി. താങ്ക് യു ആൻഡ് ലവ് യു ഓൾ.